നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ. നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ നിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 18ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. സന്യാസത്തിന്റെ പരിപൂർണത. ഈ അധ്യായത്തിൽ കഴിഞ്ഞ ദിവസം 64ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഭഗവാനെ കുറിച്ച് അറിയാനും ഭഗവാനിൽ വിശ്വാസം ആർജിക്കാനും ഭഗവാനെ സേവിക്കാനും ഉള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാന ഭാഗത്ത് അർജുനനോട് ഭഗവാൻ പറഞ്ഞു, ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള പ്രവൃത്തി. എന്നാൽ മിഥ്യാഹങ്കാരം കൊണ്ട് ഭഗവാന്റെ വാക്കുകൾ കേൾക്കാതെ പോയാൽ അത് ആ ജീവാത്മാവിന്റെ നാശത്തിലേക്കാണ് എത്തിക്കുന്നത്. പിന്നീട് നമ്മൾ പ്രകൃതിയുടെ ഗുണങ്ങൾ അനുസരിച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യേണ്ടി വരും. ഭഗവാന്റെ വാക്കെന്താണോ അത് അതേപടി അനുസരിക്കുന്നതാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ഭഗവാന് വേണ്ടി സേവനം അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട്, ഭഗവാന്റെ സംതൃപ്തി കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ജീവന്റെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ആ ജീവന് മുക്തി നേടാൻ സാധിക്കും. എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എല്ലാവിധ ദുഃഖങ്ങൾക്കും അവസാനമുണ്ടാകും എന്നും ഭഗവാൻ 62ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ സേവിക്കുകയാണെങ്കിൽ തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. എല്ലാവിധത്തിലും ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ തത് പ്രസാദാത് പരാം ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ആ ഭഗവാന്റെ പ്രസാദം കൊണ്ട് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ശാന്തി സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം, ശാശ്വതമായിട്ട് ദുഃഖമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ, ആത്മീയ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞതിനെല്ലാം ചുരുക്കമായിട്ട് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് അടുത്ത 2 ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അടുത്ത 2 ശ്ലോകത്തിൽ പറയുന്നതാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളതിന്റെ രത്ന ചുരുക്കം. ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകി അതിന്റെ ഒക്കെ രത്ന ചുരുക്കം, അതിന്റെ അടിസ്ഥാനം, അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട രഹസ്യം അതെന്താണ് എന്നാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇത് ഏറ്റവും രഹസ്യമാണ്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ഏറ്റവും രഹസ്യമാണ്. ഭഗവാന്റെ ഏറ്റവും അടുത്ത വിശ്വസ്ത ഭക്തന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഭഗവാനോട് അസൂയുള്ളവർക്ക് ഇതൊരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് ഏറ്റവും രഹസ്യമാണ് എന്ന് ഭഗവാൻ ഒരു ആമുഖം പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഭഗവാൻ പറയാൻ പോകുന്നത്. സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വച്ച. സർവഗുഹ്യതമം, ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും രഹസ്യം എന്താണ്? ഭഗവത്ഗീതയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? ഭക്തനോട് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ചുരുക്കി 2 ശ്ലോകത്തിൽ പറഞ്ഞു തരാമെന്നാണ് ഭഗവാൻ പറയുന്നത്.
ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി തേഹിതം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു. ഇഷ്ടോസിമേ, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായതുകൊണ്ടാണ് ഞാൻ നിനക്കിത് ഉപദേശിക്കുന്നത്. എല്ലാവർക്കും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഭഗവാനോട് യാതൊരു അസൂയമില്ലാതെ ഭഗവാൻ ഒരു ഭക്തൻ മാത്രമേ ഇത് സ്വീകരിക്കാൻ സാധിക്കുന്നുള്ളൂ. അവർക്കും സ്വീകരിക്കാൻ പറഞ്ഞു കൊടുക്കില്ല. നേരത്തെ തന്നെ അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. സർവമേത ഋതം മന്യേ, 10ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയുന്നുണ്ട്, സർവമേത ഋതം മന്യേ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്. യന്മാം വതസി കേശവ, എന്നോട് അങ്ങ് പറഞ്ഞതെല്ലാം പരമമായിട്ടുള്ള സത്യമാണ്. അതിൽ യാതൊരു വഞ്ചനയുമില്ല, അതിൽ യാതൊരു ച്യുതിയുമില്ല, തെറ്റുമില്ല. എല്ലാം പരമമായിട്ടുള്ള സത്യം തന്നെയാണ്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് അങ്ങയുടെ വാക്കുകളെ ഞാൻ സ്വീകരിക്കുന്നത്. സർവമേത ഋതം മന്യേ യന്മാം വതസി കേശവ, എനിക്ക് അങ്ങ് പറഞ്ഞു തന്നതെല്ലാം എന്റെ ശ്രേയസ്സിനായിട്ടാണ്, എന്റെ മേന്മയ്ക്കായിട്ടാണ്, അല്ലാതെ അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ഭഗവാന്റെ വാക്കുകളെ മുഴുവൻ പൂർണ്ണമായിട്ടും അതേപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ഭഗവാൻ സ്നേഹപൂർവം ഭഗവാൻ അർജുനനിൽ കൂടുതൽ സംപ്രീതനായിട്ട് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമി തേ ഹിതം, നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. നിന്റെ ഹിതത്തിനായിട്ടാണ്, നിന്റെ ക്ഷേമത്തിനായിട്ടാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്ന് പറയും. അപ്പോൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കർമ്മകാണ്ഡത്തിൽ അധിഷ്ഠിതമാക്കി ഭഗവാൻ നിർദ്ദേശങ്ങൾ കൊടുത്തു. ജ്ഞാനമാർഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പറഞ്ഞു കൊടുത്തു. പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ, ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സത്വഗുണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രജോ ഗുണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, തമോ ഗുണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനെ അടിസ്ഥാനമാക്കി വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ദാനം എന്തൊക്കെയാണ്, യജ്ഞം എന്തൊക്കെയാണ്, ഇങ്ങനെ ജ്ഞാനത്തിനെ അടിസ്ഥാനമാക്കി ഭഗവാൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. കർമ്മത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യജ്ഞാർത്ഥ കർമ്മണമാക്കിയത്ര ലോകോയ കർമ്മബന്ധന, യജ്ഞത്തിന് വേണ്ടിയിട്ടല്ലാതെയുള്ള കർമ്മങ്ങളെല്ലാം നമ്മുടെ ഭൗതിക ലോകത്തിൽ എത്തിക്കുന്നതാണ്. ധ്യാനത്തിനെ അടിസ്ഥാനമാക്കി ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ധ്യാനം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ശ്വാസത്തെ നിയന്ത്രിക്കേണ്ടത്, എങ്ങനെയാണ് യഥാർത്ഥ യോഗ ചെയ്യേണ്ടത്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം ആത്യന്തികമായിട്ട് ഒരു വ്യക്തി എന്താണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് സാരം, ഭഗവത്ഗീതയുടെ സാരം എന്താണ്, ഭഗവാൻ എന്താണ് ഒരു ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചുരുക്കി പറയാം എന്നാണ് ഭഗവാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത 2 ശ്ലോകങ്ങൾ പറയുന്നത്. 65ാമത്തെ ശ്ലോകവും 66ാമത്തെ ശ്ലോകം. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം. ഇത് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഭഗവാൻ അത് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. ഭഗവത്ഗീത കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി, അതായത് ചുരുക്കുന്നതിന് വേണ്ടി ഭഗവാൻ വീണ്ടും ആ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. 65ാമത്തെ ശ്ലോകവും 66ാമത്തെ ശ്ലോകം നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്ന ശ്ലോകമാണ്. 65ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേശ്വസി സത്യം തേ പ്രതിജാനേ പ്രയോസി. 65ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അർജുനന്റെ മുന്നിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ എടുക്കും. പ്രതിജാനെ പ്രയോസിക്കെ, ഞാൻ പ്രതിജ്ഞ എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറയുന്നത്. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേവേശ്വസി സത്യം തേ പ്രതിജാനെ പ്രയോസി. ഞാൻ പറയുന്നത് പരമമായിട്ടുള്ള സത്യമാണ്, നിനക്ക് ഞാൻ വാക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതത്രയും സീരിയസ് ആയിട്ട് എടുക്കണം, അത്രയും
പ്രാധാന്യത്തോടു കൂടി എടുക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. എന്താണ് ഭഗവാൻ പറഞ്ഞത് നമുക്ക് നോക്കാം. വിവർത്തനവും ഭാവാർത്ഥവും വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 65ാമത്തെ ശ്ലോകത്തിൽ വിവർത്തന ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഹരേ കൃഷ്ണ. ശിവരാമൻ പ്രഭുജി പറഞ്ഞു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. മന്മനാഭവ മന്മനാഭവമൽഭക്തോ മധ്യാജി മാം നമസ്കുരു മാം ഏവേക്ഷ്യസ്യ സത്യം ദേ പ്രതിജ്ഞാനേ പ്രിയോസി മേ. എപ്പോഴും എന്നെ ഓർക്കുക, എന്റെ ഭക്തനാവുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. എന്നെ ഇങ്ങനെ ചെയ്തു പോന്നാൽ നിശ്ചയമായും നിനക്ക് എന്നെ പ്രാപിക്കാം. ഞാൻ തീർത്തു പറയുന്നു, എന്തെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. ഭാവാർത്ഥം: തികച്ചും കൃഷ്ണന്റെ ശുദ്ധഭക്തനാവുകയും എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും വേണം എന്നതാണ് അതീവ രഹസ്യമായ ജ്ഞാനം. ഔദ്യോഗികമായി ഒരു ധ്യാനിയാകേണ്ടതില്ല. കൃഷ്ണനെ കുറിച്ച് നിരന്തരം സ്മരിക്കാൻ അവസരം കിട്ടുന്ന വിധത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യേണ്ടത്. 24 മണിക്കൂറും കൃഷ്ണസ്മരണ കൂടിയേ കഴിയൂ എന്ന് വരുന്ന വിധത്തിൽ ജീവിതക്രമം ചിട്ടപ്പെടുത്തണം. ഇങ്ങനെ ബോധനിഷ്ഠനാകുന്ന ഒരാൾ തീർച്ചയായും തന്റെ ധാമത്തിലെത്തുമെന്ന് ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നു. അവിടെ അയാൾ ഭഗവാനുമായി സഹവസിക്കുകയും ചെയ്യും. തൻ്റെ പ്രിയ സുഹൃത്താകയാലാണ് ഈ അതീവ രഹസ്യജ്ഞാനം അർജുനനെ അദ്ദേഹം നൽകിയത്. അർജുനന്റെ ഈ മാർഗം പിന്തുടരുന്ന എല്ലാവരും കൃഷ്ണനെ സുഹൃത്തായിരിക്കും. അർജുനനെ പോലെ പരിപൂർണത നേടുകയും ചെയ്യും. കൃഷ്ണനിൽ മുടിക്കെട്ടിൽ മയിൽപ്പീലികൾ ചൂടി 2 കൈകളാലും ഓടക്കുഴലും വേണ്ടി നിൽക്കുന്ന ശ്യാമസുന്ദരനായ കൃഷ്ണനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഈ വാക്കുകളിലൂടെ ഊന്നിപ്പറയുന്നത്. ബ്രഹ്മസംഹിത മുതലായ ഗ്രന്ഥങ്ങളിൽ കൃഷ്ണന്റെ പല വർണ്ണനാ ചിത്രങ്ങളുമുണ്ട്. മനസ്സുറപ്പിക്കേണ്ടത് മൗലികമായ ഈ രൂപത്തിലാണ്. മറ്റു ഭഗവത് രൂപങ്ങളിലേക്ക് പോലും മനസ്സ് നീങ്ങരുത്. ഭഗവാൻ കൃഷ്ണനെ വിഷ്ണു, നാരായണൻ, ശ്രീരാമൻ, വരാഹം മുതലായ വിവിധ രൂപങ്ങളുണ്ട്. പക്ഷെ അർജുനന് മുന്നിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ ദിവ്യരൂപത്തിലാണ് ഭക്തൻ ശ്രദ്ധ ഏകാഗ്രഹിക്കേണ്ടത്. കൃഷ്ണനിൽ ഇങ്ങനെ മനസ്സുറപ്പിക്കലാണ് ജ്ഞാനത്തിന്റെ ഏറ്റവും ഗോപ്യമായ വശം. തന്റെ ഉറ്റ സുഹൃത്തായതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ഇത് വെളിപ്പെടുത്തിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ എടുക്കുന്നത് പോലെ അർജുനോട് പറയുകയാണ്. പ്രതിജ്ഞാനേ പ്രിയോസി. എന്റെ പ്രിയപ്പെട്ട അർജുന, ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. അല്ലെ, സത്യം ചെയ്തു പറയുകയാണ്. എന്താണ്? മന്മനാഭവ മദ്ഭക്തോ മധ്യാജി മാം നമസ്കുരു മാമേവേശ്യസി സത്യം പ്രതിജ്ഞാനേ പ്രിയോസി. പ്രിയപ്പെട്ട അർജുന, ഞാൻ സത്യം ചെയ്തു പറയുകയാണ്. ആരൊക്കെയാണോ ഭഗവാനെ നിരന്തരം സ്മരിക്കുന്നത്, എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നത്, മന്മനാ ഭവമദ്ഭക്തോ ഭഗവാന്റെ ഭക്തനാകുന്നത്, മധ്യാജി ഭഗവാനെ ആരാധിക്കുന്നത്, മാം നമസ്കുരു ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അങ്ങനെയുള്ള വ്യക്തി തീർച്ചയായിട്ടും മാമേവേശ്യസി തിരിച്ചും ഭഗവാനെ തന്നെ പ്രാപിക്കാൻ സാധിക്കും. അവർക്ക് ഭഗവാനെ പ്രാപിക്കാം. ഭഗവാന്റെ സന്നിധിയിലേക്ക്, ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. സത്യം ഇതാണ് സത്യം. ഇത് സത്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ സംശയിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഭഗവാൻ സത്യം ചെയ്ത് പറയുന്നത്. മന്മന. ഇങ്ങനെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് നമ്മൾ ഭഗവാനെ സ്മരിച്ച്, ഭഗവാനെ ആരാധിച്ച്, ഭഗവാന്റെ ഭക്തികളൊക്കെ ചെയ്ത് ഏതൊരവസരത്തിലും ദൃഢവ്രതനായിട്ട്, സുഖത്തിലും ദുഃഖത്തിലും, മറ്റുള്ളവർ കളിയാക്കിയാലും, മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാലും, എന്തൊക്കെ ചെയ്താൽ
അത് എല്ലാ സാഹചര്യത്തിലും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ സേവനത്തിനാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോഴും അത് ഞാൻ സഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഭഗവാനെ തൃപ്തനാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ആ ബോധത്തിൽ നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കുമെന്നാണ് ഭഗവാൻ സത്യം ചെയ്ത് പറയുന്നത്. വിശ്വസി സത്യം തേ പ്രതിജാനി പ്രിയോസ്മി, ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് ഭക്തന്മാർ ഏറ്റവും സീരിയസ് ആയിട്ട് മനസ്സിലെടുക്കണം, ഗൗരവമായിട്ട് എടുക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത് പറയുന്നത്. ശിലപ്രഭാകർ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിന്റെ വിജയം എങ്ങനെയാണ്? നമ്മുടെ ദിവസത്തിൽ എല്ലാ സമയവും ഭഗവാനെ മറക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഭഗവാനെ ഓർമ്മിക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കണം എന്നാണ് പറയുന്നത്. അത് ശീലപ്രഭാകർ നമ്മൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു ഭക്തൻ എങ്ങനെയാണ് ദൈനംദിന ജീവിതങ്ങൾ ദൈനംദിന ചര്യകൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ എല്ലാം എടുത്തെടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കണം, അല്ലെ, മംഗളാരതി ചെയ്യണം, അതിനുശേഷം ഭഗവാന്റെ നാമം ജപിക്കണം, തുളസി പൂജ ചെയ്യണം, ഗുരുപൂജ ചെയ്യണം, നമ്മള് ഭഗവാനെ നിവേദിക്കണം. നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നതെല്ലാം, അടുക്കളയിൽ പാചകം ചെയ്യുന്നതെല്ലാം ഭഗവാനെ നിവേദിക്കണം. മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കൊണ്ട് വരുന്നത് ഭഗവാന് വേണ്ടിയായിരിക്കണം. നമ്മുടെ വീട് ഭഗവാന്റെ വീടാണെന്ന് വിചാരിക്കണം, അല്ലെ? അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, നമ്മൾ പുറത്തു പോയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കർമ്മഫലത്തിന്റെ ഒരു ഭാഗം നമ്മൾ ഭഗവാന് സമർപ്പിക്കണം. അപ്പോൾ പിന്നെ നമ്മൾ ജോലി ചെയ്യുന്നതും എന്തായി? ഭഗവാന്റെ സേവനമായി. അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഭഗവാന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അല്ലെ? ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മറ്റുള്ളവർ നമ്മളോട് പരുഷമായിട്ട് പെരുമാറും, മറ്റുള്ളവർ നമ്മളെ കളിയാക്കും, നമ്മളെ നിന്ദിക്കും. ഈ ഭൗതിക പ്രകൃതിയിൽ നിന്ന് നമ്മൾക്ക് അത് മാത്രമേ പ്രതീക്ഷിക്കാൻ സാധിക്കൂ. മറ്റുള്ളവരെല്ലാവരും എന്നെ ബഹുമാനിക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഒരിക്കലും. മറ്റുള്ളവർ നമ്മളെ കളിയാക്കും, മറ്റുള്ളവർ നമ്മളെ ചവിട്ടി തേക്കും, അല്ലെ? അങ്ങനെയാണ് ഭക്തന് ഉണ്ടാകാൻ പോകുന്ന അനുഭവങ്ങൾ. ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, തൃണാദപി സുനീചേന തരോരപി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. നമ്മളെല്ലാവരും ചവിട്ടി തേച്ചു പോകും, പക്ഷെ ഒരു പുൽക്കൊടിയെ പോലെ നമ്മൾ ഇരിക്കണം എന്നാണ്. പുൽക്കൊടി എന്ത് ചെയ്യും? ചവിട്ടുന്ന സമയത്ത് താഴ്ന്നു നിൽക്കും, പിന്നെ അത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതിനൊന്നും സംഭവിക്കുന്നില്ല. പുല്ല് അങ്ങോട്ട് വളർന്നു കൊടുക്കും, താഴ്ന്നു നിൽക്കും, പിന്നെ വീണ്ടും എഴുന്നേറ്റ് നിൽക്കും. അതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഭഗവാനെ കേന്ദ്രീകരിച്ചാവുന്ന സമയത്ത് നമ്മളെല്ലാം സഹിക്കുന്നത്, എല്ലാ ദുഃഖങ്ങളും സഹിക്കുന്നത് ഭഗവാന് വേണ്ടിയാകും. അപ്പോൾ പിന്നെ നമുക്ക് ഭഗവാനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. നമ്മളെല്ലാ സമയത്തും ഭഗവാനെ ഓർക്കുന്നു. നമ്മൾ ഭഗവാനെ ആശ്രയിക്കും. ഭഗവാനെ എന്നെ മുന്നോട്ട് പോകാൻ സഹായിക്കണേ, വഴി കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരിക്കലും ഭഗവാനെ മറക്കുന്നില്ല. അങ്ങനെ നിരന്തരം ഭഗവാനെ സേവിച്ചുകൊണ്ട്, ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ തന്നെ നമ്മൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഭഗവാൻ അസത്യം ചെയ്ത് പറയുന്നത്. മാമേ വിശ്വസി, വേറെ എങ്ങോട്ടും പോയില്ല, വേറെ എങ്ങോട്ടും പോവാൻ വഴിയില്ല. ഭഗവാന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. അത് സത്യമാണ് എന്നിവിടെ ഭഗവാൻ ഉറപ്പിച്ചു പറയുക. കാരണം നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവനാണ് എന്നും ഭഗവാൻ പറയുന്നു. അപ്പോ ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ അവതരിച്ച് ഇത്രയും ലീലകളൊക്കെ ചെയ്ത് ഉപദേശങ്ങൾ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ ഭൗതിക ലോകത്തിന് പുറത്തു കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്, ഭഗവാനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. നിവർത്തന്തേ,
അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഭാഗവതത്തിൽ ഭഗവാന്റെ ലോകത്തിനെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു തരുന്നത്, ഭക്തന്മാരുടെ ചരിത്രം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഭക്തന്മാർ എങ്ങനെയാണ് ഭഗവാനെ ആരാധിച്ചത്, ഭഗവാന്റെ അടുത്തേക്ക് എങ്ങനെയാണ് തിരിച്ചു പോയത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾക്ക് തന്നിട്ടുള്ളത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഭഗവാനെ കേന്ദ്രീകരിച്ചാകണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭാതൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ നിരന്തരം നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവസാന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭഗവാനെ സ്മരിക്കും. അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം, ഈ ഭൗതിക ലോകത്തിലുള്ള ജീവിതം അവസാനിപ്പിക്കാനും നമ്മുടെ ജീവിതം പൂർത്തീകരിക്കാനും നമ്മൾക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ശീലപ്രഭാതർ പറയുന്നുണ്ട്, അർജുനൻ ഭഗവാന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ടാണ് അർജുനൻ ഇതെല്ലാം പറഞ്ഞു കൊടുത്തത്. നമ്മൾക്കും അർജുനനെ പോലെ തന്നെ ഭഗവാനെ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറാം. അർജുനൻ മാത്രമല്ല ഭഗവാന് പ്രിയപ്പെട്ട ഭക്തർ. ആരെല്ലാമാണോ അർജുനനെ പിന്തുടരുന്നത് അവർക്കും അർജുനനെ പോലെ തന്നെ ഭഗവാന് പ്രിയപ്പെട്ട ഭക്തരാകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അല്ലെ, എങ്ങനെയാണോ അർജുനനെ പിന്തുടരേണ്ടത്, എങ്ങനെയാണോ അർജുനൻ ഭഗവത്ഗീത സ്വീകരിച്ചത്, എങ്ങനെയാണോ ഭഗവാന്റെ വാക്കുകളെ അർജുനൻ സ്വീകരിച്ചത്, അതേപോലെ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾക്കും അർജുനനെ പോലെ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറാൻ സാധിക്കും എന്നാണ് ഇവിടെ ശിലപ്രഭാതർ വിശദീകരിക്കുക. ഈ അതീവ രഹസ്യജ്ഞാനം അർജുനന് അദ്ദേഹം നൽകിയത്. അർജുനന്റെ ഈ മാർഗം പിന്തുടരുന്ന എല്ലാവർക്കും കൃഷ്ണന്റെ സുഹൃത്തായിരിക്കും. അർജുനനെ പോലെ പരിപൂർണത നേടുകയും ചെയ്യും. അർജുനൻ എങ്ങനെയാണോ ഭഗവാനെ അംഗീകരിച്ചത്, ഭഗവാനെ സ്വീകരിച്ചത്, അതേപോലെ അർജുനനെ പിന്തുടരുന്നവരും ചെയ്തു കഴിഞ്ഞാൽ അർജുനനെ പോലെ പ്രിയപ്പെട്ടവരായിട്ട് മാറും ബാക്കി എല്ലാ ഭക്തന്മാരും എന്നാണ് ഇവിടെ ശീലപ്രഭാതരെ വിശദീകരിക്കുന്നത്. അർജുനൻ ഭഗവാന്റെ വാക്കുകളെല്ലാം അതേപടി സ്വീകരിച്ചു. എന്തെല്ലാമാണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ഒരു മാറ്റവുമില്ലാതെ അർജുനൻ സ്വീകരിച്ചു. സർവമേത ഋതം മന്നി യന്മാം വദസി കേശവ, അങ്ങ് പറഞ്ഞതെല്ലാം സത്യമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല. എന്റെ ശ്രേയസ്സിനായിട്ട്, എന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്, എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, എന്നോടുള്ള കരുതൽ കൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതെല്ലാം അതേപടി സ്വീകരിക്കുന്നു. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കും എന്ന് ഇനി പറയാൻ പോകുന്നുണ്ട് അർജുനൻ. ഋഷിയെ വചനന്തം, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രവർത്തിക്കാം. ഇങ്ങനെ ആർക്കാണോ സാധിക്കുന്നത് അവരും അർജുനനെ പോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് മാറുകയും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ശിലപ്രഭാതർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഭഗവാന്റെ ഏത് രൂപത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭഗവാന്റെ ശ്യാമസുന്ദരമായ ശ്രീകൃഷ്ണ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങളും വിസ്തരണങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഭഗവാന്റെ ആദിമ രൂപത്തിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന് പറയും. ബ്രഹ്മാവ് പറഞ്ഞതുപോലെ, ബ്രഹ്മാവ് നമ്മൾക്ക് പറഞ്ഞു തന്നതുപോലെയുള്ള ശ്യാമസുന്ദരമായിട്ടുള്ള രൂപത്തിൽ വേണം കണന്തമരവിന്ദ തളായതാക്ഷം ബർഹാവതാംസം അസിതാമൃത സുന്ദരാണ് അന്തർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജ. ആ ഉടക്കുടൽ എന്തി നിൽക്കുന്ന ത്രികങ്കനായിട്ട് മൂന്ന് സ്ഥലത്ത് ഭഗവാൻ അങ്ങനെ ചെറിയ വളഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ചെറുതായിട്ട് കാലുകൾ വളച്ച്, അരഭാഗം വളച്ച്, അതേപോലെ ഹൃദയഭാഗം, വക്ഷസിന്റെ ഭാഗം ചെറുതായിട്ട് അങ്ങനെ വളച്ചു നിൽക്കുന്ന ശ്യാമസുന്ദര രൂപത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ആ രൂപമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള രൂപം എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. വിശ്വരൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം നാരായണ രൂപം കാണിച്ചു, അതിനുശേഷം സൗമ്യവപു സ്വന്തം രൂപത്തിലേക്ക് ഭഗവാൻ തിരിച്ചെത്തി. രണ്ട് കൈകളോടുകൂടിയുള്ള ശ്യാമസുന്ദര രൂപം. ആ രൂപം ഏറ്റവും ദുർലഭമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുദുർദർശമിതം രൂപം ദർശവാനതി ജന്മമാണ് ദേവാഭ്യസ്യ രൂപസ്യ നിത്യം ദർശന കാംക്ഷണ എന്ന് പറയും. ദേവന്മാർ പോലും കാണാൻ കൊതിക്കുന്ന രൂപമാണ്
നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ ശ്യാമസുന്ദര രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം എന്ന് ഭഗവാൻ പറയുന്നത്. അതാണ് ശിലപ്രഭാതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. ശ്യാമസുന്ദര രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുന്നതാണ് ഏറ്റവും ഭഗവത്ഗീതയിലെ രഹസ്യമായിട്ടുള്ള ഭാഗം. ഇത് രാജവിദ്യ എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ആ രാജവിദ്യ എന്നുള്ള 9ാമത്തെ അധ്യായത്തിലും ഭഗവാൻ ഇതേ ശ്ലോകം പറയുന്നുണ്ട് അല്ലെ? മന്മനാഭാവത്വം അധ്യായത്തിൽ മാം നമസ്കരം എന്ന് പറഞ്ഞിട്ടുള്ള ഇതേ ശ്ലോകം 9ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഏറ്റവും രഹസ്യമായിട്ടുള്ള ഭാഗം. ഭഗവാനെ എപ്പോഴും ധ്യാനിക്കുക എന്നുള്ളതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യം. നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ടിരിക്കുന്ന സമയത്തും ഭഗവാനെ നമുക്ക് സ്മരിക്കാൻ സാധിക്കും അല്ലെ? ഭഗവാൻ പറഞ്ഞു എല്ലാ സമയത്തും എന്നെ സ്മരിച്ചുകൊണ്ട് നീ നിന്റെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും നീ എന്ത് ചെയ്യുക? മാമനുസ്മര യുദ്ധശ തസ്മാത് സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധശ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും എന്നെ സ്മരിച്ചുകൊണ്ട് നിന്റെ പ്രവൃത്തികളൊക്കെ നിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഭഗവാനെ സ്മരിക്കുന്നതിന് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കടമകൾ ചെയ്യുക, ഭഗവാനെ ആശ്രയിക്കുക, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന് വേണ്ടിയുള്ള സേവനമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ബോധ്യത്തിൽ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഭഗവത് സേവനത്തിൽ മുഴുകുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വിജയം. അതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും വലിയ രഹസ്യം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി അതിനെ പിന്തുടർന്നുകൊണ്ട് ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള നിർദ്ദേശം ഈ ശ്ലോകത്തിൽ ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. നിരന്തരമായി ഭഗവാനെ സ്മരിച്ച് ഭഗവാനെ ആരാധിക്കുന്ന വ്യക്തി ഭഗവാൻ പ്രതിജ്ഞ ചെയ്തു. ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ അർജുനുള്ള ഏറ്റവും ആത്യന്തികമായിട്ടുള്ള നിർദ്ദേശവും ഏറ്റവും വലിയ വാഗ്ദാനവും അടുത്ത ശ്ലോകത്തിൽ കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കാൻ പോകുന്നത് ഏറ്റവും പരിചയമുള്ള ശ്ലോകമാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. ഇതിൽ ഭഗവാന്റെ നിർദ്ദേശവുമുണ്ട്, അതേപോലെ ഭഗവാന്റെ വാഗ്ദാനവുമുണ്ട്. ഭഗവാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതെന്താണ് നമ്മൾക്ക് നോക്കാം. യെസ്, ശ്ലോകം വിവർത്തനം വായിച്ചോളും. ഹരേ കൃഷ്ണ പ്രഭുജി. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മങ്ങളെയും ത്യജിച്ച് എന്നിൽ ശരണം നേടുക. ഞാൻ നിന്നെ സകല പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ് കി ജയ്. പരബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം, പരമാത്മജ്ഞാനം, സാമൂഹികമായ വർണ്ണാശ്രമ വിഭാഗത്തെ കുറിച്ചുള്ള ജ്ഞാനം, സന്യാസത്തെ കുറിച്ചുള്ള ജ്ഞാനം, അനാസക്തിയെ കുറിച്ചുള്ള ജ്ഞാനം, ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, ധ്യാനം തുടങ്ങിയ ധർമ്മജ്ഞാനത്തിന്റെയും ധർമ്മചര്യയുടെയും വിവിധ ഇനങ്ങളെ പറ്റി ഭഗവാൻ വിവരിച്ചിരിക്കുന്നു. അനേകം രീതികളിൽ പലതരം ധർമ്മങ്ങളെ പറ്റി ഭഗവാൻ വിവരിച്ചിട്ടുണ്ട്. ഇവിടെ ഗീതോപദേശത്തെ സംഗ്രഹിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുന്നു, താൻ ഉപദേശിച്ചിട്ടുള്ള പ്രക്രിയകളെല്ലാം ഉപേക്ഷിച്ച് അർജുനൻ തനിക്ക് ആത്മസമർപ്പണം ചെയ്താൽ മതിയെന്ന്. ഈ ആത്മസമർപ്പണം അർജുനനെ ഏതുവിധം പാപപ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് രക്ഷിക്കുമെന്ന് കൃഷ്ണൻ നേരിട്ട് ഉറപ്പു കൊടുക്കുന്നു. എല്ലാ പാപഫലങ്ങളിൽ നിന്നും മുക്തനായവനെ ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കാൻ കഴിയൂ എന്ന് 8ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പാപപ്രതികരണങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിന് മുൻപ് കൃഷ്ണന് ആത്മാർപ്പണം ചെയ്യുന്ന പ്രക്രിയ സാധ്യമല്ല എന്നൊരാൾ കരുതിയേക്കാം. ഈ സംശയത്തിന് ഇവിടെ ഉത്തരം നൽകുന്നു. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മോചനം ലഭിച്ചില്ലെങ്കിലും ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുന്നതോടെ ക്ഷണേന ഒരാൾ മുക്തനായി തീരും. അതിനുവേണ്ടി അമിത പ്രയത്നമൊന്നും വേണ്ടിവരില്ല.
സർവ്വ ജീവജാലങ്ങളുടെയും സംരക്ഷകനാണ് കൃഷ്ണൻ എന്ന സത്യം നിസ്സങ്കോചം ഉൾക്കൊള്ളുകയേ വേണ്ടൂ. വിശ്വാസത്തോടും പ്രേമത്തോടും കൂടി അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണം. ഈ കൃഷ്ണാർപ്പണ വിധിയെ പറ്റി ഹരിഭക്തി വിലാസത്തിൽ 11.6.76 പറയുന്നു. ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം രക്ഷിഷ്യാതി വിശ്വാസോ ഗോപ്തൃത്വവരണം തഥാ ആത്മനിക്ഷേപ കാർപണ്യേ ഷഡ്വിധാ ശരണാഗതി. ഭക്തിഭരിതമായ ഭഗവത് സേവനത്തിൽ എത്തിക്കുന്ന ഏതാനും ധാർമ്മിക നിയമങ്ങളെ അംഗീകരിക്കുക മാത്രമാണ് ഭക്തി പ്രക്രിയ. തന്റെ സാമൂഹിക നിലയ്ക്ക് അനുസൃതമായ ഒരു പ്രവൃത്തി ഏതൊരാൾക്കും നിർവഹിക്കാനാവും. അത് നടക്കുന്നതോടൊപ്പം തന്നെ അയാൾ കൃഷ്ണാബോധത്തിലേക്ക് ഉയരുന്നില്ലെങ്കിൽ ആ പ്രവൃത്തികളെല്ലാം നിഷ്ഫലം തന്നെ. കൃഷ്ണാബോധത്തിന്റെ ഉച്ചകോടിയിലേക്ക് നയിക്കാത്തത് എന്തും ത്യാജ്യമാണ്. ഏതൊരു ചുറ്റുപാടിലും കൃഷ്ണൻ തന്നെ എല്ലാ ശ്ലോകങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന് ഭക്തൻ വിശ്വസിക്കണം. ശരീരത്തിൽ ജീവനെ പുലർത്തേണ്ടത് എങ്ങനെയെന്ന ആകുല ചിന്ത ആവശ്യമേ ഇല്ല. കൃഷ്ണൻ അക്കാര്യം നിറവേറ്റും. താൻ അശരണനാണെന്നും തന്റെ ജീവിതോത്കർഷത്തിന്റെ നിദാനം കൃഷ്ണൻ മാത്രമാണെന്നും എപ്പോഴും ഓർക്കണം. തികഞ്ഞ കൃഷ്ണാബോധത്തോടെ ഭഗവത് സേവനത്തിൽ മുഴുകുന്ന ഒരാളിൽ നിന്ന് ഭൗതിക കർമ്മങ്ങളെല്ലാം ഒഴിഞ്ഞു പൊയ്ക്കൊള്ളും. ജ്ഞാനാർജനം, യോഗശാസ്ത്രാനുസൃതമായ ധ്യാനം എന്നിങ്ങനെ മതപരങ്ങളായ ശുദ്ധീകരണ പ്രക്രിയകൾ പലവിധമുണ്ട്. കൃഷ്ണന് പൂർണ്ണമായ ആത്മസമർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് അത്തരം അനുഷ്ഠാനങ്ങളൊന്നും ആവശ്യമില്ല. തന്മൂലം ഒട്ടേറെ സമയം പാഴാക്കേണ്ടതുമില്ല. അയാൾക്ക് വേഗത്തിൽ മുന്നോട്ട് നീങ്ങാം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും മുക്തനാവാം. ഒരാൾ കൃഷ്ണന്റെ പരമസുന്ദരമായ രൂപത്തിൽ ആകൃഷ്ടനായിരിക്കണം. ഏവരെയും ആകർഷിക്കുന്നത് കൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേര് വന്നത്. സുന്ദരവും സർവ്വവിഭൂതിപൂർണവുമായ കൃഷ്ണന്റെ ആകാരത്തിൽ ആകൃഷ്ടനായ ഒരു വ്യക്തി സൗഭാഗ്യവാനാണ്. ആധ്യാത്മിക ചിന്തകർ പലവിധമുണ്ട്. ചിലർ വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തെ ഇഷ്ടപ്പെടുന്നു. മറ്റു ചിലർ പരമാത്മഭാവത്തെ ഉപാസിക്കുന്നവരാണ്. എന്നാൽ പരമപുരുഷന്റെ വ്യക്തിഭാവത്തിൽ അതിലേറെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദര രൂപത്തിൽ മനസ്സുറച്ചവൻ തന്നെ തികഞ്ഞ ആധ്യാത്മികവാദി. പൂർണ്ണ ബോധത്തോടെ കൃഷ്ണന് ചെയ്യപ്പെടുന്ന സേവനം തന്നെ ജ്ഞാനത്തിന്റെ അതിഗോപ്യമായ അംശം. ഇതാണ് ഭഗവത്ഗീതയുടെ കാതൽ. കർമ്മയോഗികൾ, ഭൗതിക തത്വചിന്തകർ, ധ്യാനയോഗികൾ, ഭക്തന്മാർ ഇവരെയെല്ലാം ആധ്യാത്മിക ചിന്തകരെന്ന് വിളിച്ചു വരുന്നു. എന്നാൽ ഇവരിൽ വെച്ച് ശ്രേഷ്ഠനാണ് ഒരു ശുദ്ധഭക്തൻ. മാശുജ എന്ന പദപ്രയോഗം ഇവിടെ ശ്രദ്ധേയമാണ്. ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട, വിഷാദിക്കേണ്ട എന്നെല്ലാം ധ്വനിപ്പിക്കുന്ന ആ വാക്കുകൾ എല്ലാ ധർമാനുഷ്ഠാനങ്ങളെയും ത്യജിച്ച് സ്വയം കൃഷ്ണന് സമർപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് വ്യാകുലപ്പെടുന്നവരുണ്ടാകാം. വെറുതെയാണ് ആ മനസ്താപം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്നമാതജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ ഇവിടെ ഏറ്റവും വലിയ നിർദ്ദേശം അർജുനന് നൽകി. ഏറ്റവും വലിയ വാഗ്ദാനവും ഭഗവാൻ ഇവിടെ അർജുനന് നൽകുന്നുണ്ട്. ഏറ്റവും വലിയ നിർദ്ദേശം എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. അതാണ് ഏറ്റവും വലിയ നിർദ്ദേശം. ഭഗവത്ഗീതയിൽ ഇതുവരെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ എല്ലാം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും വലിയ നിർദ്ദേശമായിട്ട് ഭഗവാന്റെ നിർദ്ദേശമായിട്ട് എടുക്കേണ്ട നിർദ്ദേശം എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇതാണ്. ഇത് വലിയൊരു കാരുണ്യമാണ്. ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അർജുനോട് ഭഗവാൻ പറയുകയാണ്. അർജുനോട് മാത്രമല്ല, എല്ലാ ജീവാത്മാക്കളോടും ഭഗവാൻ പറയുന്നു. ഇതുവരെ ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള ധർമ്മങ്ങളും നിർദ്ദേശങ്ങളും കർമ്മങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. ഭഗവത്ഗീതയിൽ മാത്രമല്ല, വേദങ്ങളിലെല്ലാം ഭഗവാൻ വ്യത്യസ്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. പടിപടിയായിട്ട് നമ്മൾക്ക് ഉയർന്നു വരാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതെല്ലാം ഒരു വ്യക്തിക്ക് പൂർത്തീകരിക്കണമെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ എടുക്കും. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെയാണ് നമ്മൾ കർമ്മമാർഗത്തിൽ ഉയർന്നു വരുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ എന്താണ് പറയുന്നത്? അങ്ങനെയുള്ള ആ കർമ്മങ്ങളെല്ലാം ഒറ്റയടിക്ക് ഉപേക്ഷിച്ച്, അതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പവുമില്ല.
എന്ത് ചെയ്താൽ മതി? സർവധർമാൻ പരിത്യജ. ഇതുവരെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? മാമേകം ശരണം വ്രജ. ഇതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ നിർദ്ദേശം. എല്ലാ വേദങ്ങളിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ട പരമമായിട്ടുള്ള സത്യം എന്താണ്? ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. വേദങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ വ്യക്തി എന്ത് ചെയ്യും? യഥാർത്ഥത്തിൽ ജ്ഞാനം ലഭിച്ച വ്യക്തി ഭഗവാനെ ശരണം പ്രാപിക്കും. ബഹൂനാം ജന്മനാം അന്തേ, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം ആണ് ഈ ജ്ഞാനം ലഭിക്കുന്നത്. എന്താ ജ്ഞാനം? വാസുദേവ സർവമിതി. ഭഗവാൻ വാസുദേവനാണ് എല്ലാം. ഭഗവാൻ വാസുദേവനാണ് എല്ലാം. ഭഗവാൻ വാസുദേവന്റെ കാരുണ്യമാണ് എല്ലാം എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഭഗവാന്റെ കാരുണ്യമില്ലാതെ നമ്മൾക്ക് ഒരു അടി മുന്നോട്ട് പോലും വെക്കാൻ സാധിക്കുകയില്ല. എല്ലാം ഭഗവാന്റെ കാരുണ്യമാണ്, എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. നമ്മളത് മറന്നു പോയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെ? അത് ഭഗവാൻ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഭഗവാൻ ഓരോന്നോരോന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്റേതാണ്, ഇതെല്ലാം എന്റേതാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, നമ്മൾ ഉപയോഗിക്കുന്ന ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതൊന്നും നമ്മുടേതല്ല, നമ്മുടെ ശക്തിയല്ല, ഇതെല്ലാം ഭഗവാന്റേതാണ്. അപ്പൊ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാനെ ആശ്രയിച്ചാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മളത് മറന്നുപോയിരിക്കുകയാണ്. നമ്മൾ മറന്നുപോയി. നമ്മൾ വിചാരിക്കുന്നു ഞാൻ ചെയ്തു, കർത്താഹം ഇത് മറ്റതേ. അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് ബുദ്ധി നശിച്ച ആളാണ് ഞാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ഭഗവാന്റെ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് സത്യം എന്ന് മനസ്സിലാക്കുന്നത് ആരാണ്? ഒരുപാട് ജന്മത്തിലൂടെയുള്ള ശുദ്ധീകരണത്തിലൂടെ കിട്ടിയ ജ്ഞാനം. ആ ജ്ഞാനം ആർജിച്ച വ്യക്തിയാണ് ഭഗവാൻ. വാസുദേവന്റേതാണ് എല്ലാം, എന്റേതെല്ലാം. എല്ലാം ഭഗവാന്റെ ശക്തിയാണ്. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വാസുദേവ സർവവിധി സമഹാത്മാ സുദുർലഭ മാം പ്രപദ്ധ്യതേ. അങ്ങനെയുള്ള വ്യക്തി എന്ത് ചെയ്യും? ഭഗവാനെ ശരണം പ്രാപിക്കും. അങ്ങയുടേതാണ് എല്ലാം, അങ്ങയുടെ കാരുണ്യത്തിലാണ് യഥാർത്ഥത്തിൽ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും നന്ദിയില്ലാത്തവരാണ്. ഭഗവാന്റെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷേ ഭഗവാന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഭഗവാന്റെ സേവനം ചെയ്യുന്നില്ല, ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ ജ്ഞാനി എല്ലാം ഭഗവാന്റേതാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാന് വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. പിന്നെ ഒരു പാപവും ആ വ്യക്തിയെ ബാധിക്കുന്നില്ല. അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാന്റെ സംരക്ഷണത്തിലായി തീരുമെന്നാണ് പറയുന്നത്. ഭഗവാന്റെ സംരക്ഷണത്തിലുള്ള ഒരു വ്യക്തിയെ പിന്നീട് മറ്റുള്ളവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദേവന്മാർക്കോ അല്ലെങ്കിൽ പിതൃക്കൾക്കോ അല്ലെങ്കിൽ ഭൂതപ്രേതങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിലുള്ള രാജാവിനോ മറ്റു പ്രജകൾക്കോ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കും. കാരണം അവിധത്തിലുള്ള തെറ്റുകളും ദോഷങ്ങളും ബാധിക്കുകയില്ല. അവൻ ശുദ്ധനായിട്ട് മാറും എന്നാണ് പറയുന്നത്. ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് യാതൊരു ദോഷവുമില്ല. അവൻ എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം, ആ പാപങ്ങളെല്ലാം ഇല്ലാതായി തീരുമെന്നാണ് പറയുന്നത്. ഭജതേ മാം അനന്യ ആ വ്യക്തിയെ ഭക്തനായിട്ട് തന്നെ കാണണം എന്ന് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകും. ആ ഒരു വാഗ്ദാനമാണ് ഇവിടെ ഭഗവാൻ നൽകുന്നത്. ഭക്തൻ എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നാണ്. അതുകൊണ്ട് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? ഞാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ധർമ്മം ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെ? ഞാൻ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ദുഃഖിക്കുന്നത്? അതുകൊണ്ട് യാതൊരു ദുഃഖത്തിന്റെയും ആവശ്യമില്ല. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സന്തോഷത്തോടു കൂടി ഭഗവാന്റെ സേവനം ചെയ്യാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും വലിയ എളുപ്പവഴിയാണ്.
കർമ്മമാർഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ, ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മൾക്ക് നേടാൻ കഴിയുന്ന ഒരു കാര്യം ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഭഗവാനെ സേവനം ചെയ്യുന്നതിലൂടെ മാത്രം നമ്മൾക്ക് നേടാൻ സാധിക്കും. അതിന് 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നാണ് ഇവിടെ ശ്രീല പ്രഭാകര ഹരിഭക്തി വിലാസത്തിൽ നിന്ന് എടുത്തു പറയുക. ഹരിഭക്തി വിലാസത്തിന് അധികരിച്ചുകൊണ്ട് ആ ശരണാഗതി, ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് 6 തരത്തിലുള്ള വിശ്വാസം, 6 തരത്തിലുള്ള ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? അനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം, രക്ഷിഷ്യ ഇതി വിശ്വാസം, രക്ഷിഷ്യേ ഇതി വിശ്വാസം, ഗോപ്തൃപ്തേ വരണം തഥാ, ആത്മനിക്ഷേപ കർപ്പണ്യേ ഷഡ്വിധ ശരണാഗതി. ശരണാഗതിക്ക് 6 തരം ബോധ്യങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കണം. ഭഗവാനെ കുറിച്ച് നമ്മൾ 6 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് 6 തരത്തിലാണ് ശരണാഗതി ഉണ്ടാകുന്നത്. അതെന്തൊക്കെയാണ്? ആനുകൂല്യസ്യ സങ്കല്പ, ഭഗവാന്റെ ഭക്തിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കും. ഭഗവാന്റെ ഭക്തിക്ക് അനുകൂലമായാണ് ഇതെല്ലാം, അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു. അതാണ് ആനുകൂല്യസ്യ സങ്കല്പ. അപ്പൊ നമ്മള് സ്വന്തം മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചല്ല നമ്മൾ സ്വീകരിക്കുന്നതും നിരാകരിക്കുന്നത്. എന്തിനനുസരിച്ചിട്ടാണ്? ഇത് ഭക്തിക്ക് അനുകൂലമാണോ, ഭഗവാൻ അനുകൂലമാണോ എന്ന് ചിന്തിച്ച് സ്വീകരിക്കുക. പ്രാതികൂല്യസ്യ വർജനം, ഭഗവാന്റെ ഭക്തിക്ക് വിരുദ്ധമായത് നമ്മൾ ഉപേക്ഷിക്കും. ഭഗവാന്റെ ഭക്തിക്ക് ഇത് അനുകൂലമല്ല, അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുന്നു. പ്രാതികൂല്യസ്യ വർജനം. രക്ഷിച്ചേ ഇത് വിശ്വാസവും, എന്ത് വിശ്വാസത്തിലാണ് ഭക്തൻ ഇതൊക്കെ ചെയ്യുന്നത്? ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ്. അതാണ് വിശ്വാസം. ഭഗവാൻ ഏത് സാഹചര്യത്തിലും എന്നെ രക്ഷിക്കും, എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലെങ്കിലും ഭഗവാൻ എന്നെ സഹായിക്കും, ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഒരു ഭക്തൻ ഇങ്ങനെ ചെയ്യുന്നത്. അനുകൂലസ്യ സങ്കല്പ പ്രാതികൂലസ്യ വർജനം, രക്ഷിഷ്യേ ഇത് വിശ്വാസം, ഭഗവാൻ എന്നെ രക്ഷിക്കും. ഏത് സാഹചര്യത്തിലും ഭഗവാനാണ് എന്നെ രക്ഷിക്കുന്നത്. ഗോപ്തൃപ്തേ വരണം തഥാ, എന്റെ സംരക്ഷകൻ ഭഗവാനാണ്. എന്റെ സംരക്ഷണ ചുമതല ആർക്കാണ്? ഭഗവാനാണ്. ഭഗവാൻ രക്ഷിച്ചാൽ എനിക്ക് ജീവിക്കാം, ഭഗവാൻ രക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതമില്ല. അങ്ങനെ ഭഗവാനെ നമ്മുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്നു. അതാണ് ഗോപ്തൃപ്തേ വരണം തഥ. എന്തുണ്ടായിരിക്കണം? ഭഗവാനിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഭഗവാൻ നമ്മളെ ഏത് സാഹചര്യത്തിലും രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഭഗവാനെ നമ്മളെ തന്നെ സ്വയം ഏൽപ്പിക്കുന്നത്. അതിനാണ് ആത്മനിക്ഷേപ എന്ന് പറയുന്നത്. ആത്മനിക്ഷേപം, ഞാൻ ഭഗവാന്റേതാണ്. അപ്പൊ എന്റെ പ്രവൃത്തികളെല്ലാം ഭഗവാന് വേണ്ടി ആയിരിക്കണം. ഞാൻ ഭഗവാന്റെ സമ്പത്താണ്, ഞാൻ സ്വതന്ത്രനല്ല, ഞാൻ ഭഗവാന്റെ സ്വത്താണ്. ഭഗവാന് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ സ്വത്താണ്, അല്ലെ? മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, ഈ ജീവജാലങ്ങളെല്ലാം എന്റേതാണ് എന്ന് ഭഗവാൻ പറയും. അപ്പൊ ഭക്തനും എന്ന് പറയുന്നു, ആത്മനിക്ഷേപ, ഞാൻ ഭഗവാന്റേതാണ് എന്ന് പറഞ്ഞ ഭഗവാന്റേതായിട്ട് മാറും. ആത്മനിക്ഷേപ കാർപ്പണ്യം, സ്വന്തം സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കാതെ. കാർപ്പണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനയപൂർവം, വിനയാന്വിതനായിട്ട്, ഞാൻ സഹായനാണ്, എനിക്ക് സ്വന്തമായിട്ട് ഭഗവാന്റെ സഹായമില്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. എന്റെ അവസ്ഥ നിസ്സഹായ അവസ്ഥയാണ്. ഭഗവാൻ എന്നെ രക്ഷിച്ചാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. എനിക്ക് സ്വന്തമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ നിസ്സഹായനാണ് എന്നുള്ള ഭാവത്തിലാണ് ആ ഭക്തൻ പ്രവർത്തിക്കുന്നത്. അതാണ് കാർപ്പണ്യ, നിസ്സഹായാവസ്ഥ. ഈ 6 കാര്യങ്ങളാണ് ഷഡ്വിധ ശരണാഗതി എന്നത്. ശരണാഗതി ഒരു പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ഭക്തൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. എന്നെ ഭഗവാൻ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും,
അതുകൊണ്ട് ഞാൻ നാളെ കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് എന്നെ ഭഗവാൻ സംരക്ഷിക്കുന്നുണ്ട്, അതുപോലെ നാളെയും എന്നെ ഭഗവാൻ സംരക്ഷിക്കും. എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഭഗവാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഭഗവാൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കുന്നു, ഭഗവാന് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. അനുകൂലസ്യ സങ്കല്പ പ്രതികൂലസ്യ വർജന. ഭഗവാൻ എന്നെ രക്ഷിക്കും. അതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠയില്ല, നാളത്തെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആത്മനിക്ഷേപ കാർപ്പണ്യം. ഞാൻ ഭഗവാന്റേതാണ്. എനിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തനങ്ങളില്ല, ഞാൻ ഭഗവാന്റേതാണ്. ആത്മനിക്ഷേപം, ഞാൻ ഭഗവാന്റെ സ്വത്താണ്. കാർപ്പണ്യം മാത്രമല്ല, ഞാൻ നിസ്സഹായനാണ്. എനിക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഭഗവാൻ എന്നെ രക്ഷിച്ചാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഈ ഒരു മനോഭാവത്തിലാണ് നമ്മള് ഭക്തന്മാർ ഭഗവാനെ ശരണം പ്രാപിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഷഡ്വിധ ശരണാഗതി ഹരിഭക്തി വിലാസത്തിൽ നിന്ന് ശ്രീലപ്രഭാകരൻ എടുത്തു പറയുന്നത്. അപ്പൊ ഇതാണ് ഭഗവത്ഗീത ഏറ്റവും ഉന്നതമായിട്ടുള്ള ഭഗവാന്റെ നിർദ്ദേശം. ഭഗവാൻ നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ഈ 2 ശ്ലോകങ്ങൾ. മന്മനാഭ മദ്ഭക്തോ മദ്യാജി നാമം മദ്യാജി മാം നമസ്കുരു മാമേ വേശിസി സത്യം തേ പ്രതിജാനേ പ്രിയോസി സർവധർമാൻ പരിത്യജ്യ മാമേവം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഭക്തന്മാർക്ക് ദുഃഖമുണ്ടാവില്ല എന്ന്, ഭക്തന്മാർക്ക് മനസ്താപം ഉണ്ടാവുന്നില്ല. അവര് ഭഗവാന്റെ സംരക്ഷണത്തിൽ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയും ശ്ലോകങ്ങളിലൂടെ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും കഴിഞ്ഞു. ഭഗവത്ഗീത പൂർണ്ണമായിട്ട് അവസാനിച്ചു. ഇത് നേരത്തെ അവസാനിച്ചതാണ്, 50ാമത്തെ അധ്യായത്തിൽ തന്നെ അവസാനിച്ചതാണ്. പക്ഷേ ഭഗവാൻ വീണ്ടും നമ്മൾക്ക് വേണ്ടി ജ്ഞാനമാർഗത്തിലൂടെ പറഞ്ഞ് വീണ്ടും അവസാനിപ്പിച്ചതാണ് 18ാമത്തെ അധ്യായത്തിൽ. അത് ഭഗവാന്റെ കൂടുതൽ കാരുണ്യമാണ്. ഇനി ഭഗവാൻ നൽകുന്നത് പ്രത്യേക നിർദ്ദേശങ്ങളാണ്. ഈ ഭഗവത്ഗീത എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിനുള്ള പ്രാഥമിക നിർദ്ദേശങ്ങളൊക്കെ ഭഗവാൻ നൽകുന്നുണ്ട്. അതിനുശേഷം അർജുനോട് ചോദിക്കുന്നുണ്ട്, ഇത് നിനക്ക് മനസ്സിലായോ? പറഞ്ഞതെല്ലാം മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനിയും പറഞ്ഞു കൊടുക്കാൻ ഭഗവാൻ തയ്യാറാണ്. അപ്പൊ അർജുനൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. നമ്മൾക്ക് അടുത്ത ദിവസം നോക്കാം. ഹരേ കൃഷ്ണ. സമയമായിട്ടുണ്ട്. നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം കുറച്ച് സമയം.